നമ്മൾ ഇന്നലെ കണ്ട തൊയ്റാനോ കേവിൻ്റെ രണ്ടാം ഭാഗത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഈ രണ്ടാമത്തെ ഭാഗത്തിൻ്റെ പേരാണ് ഗ്രോത്ത ദി സാന്ത ലൂച്ച ഇൻഫെരിയോറെ. മനുഷ്യനിർമ്മിതമായ ഒരു ഇടനാഴിയിലൂടെ ഏതാനും മീറ്ററുകൾ ഇന്നലെ കണ്ട ഭാഗത്തു നിന്നും നടന്നാൽ മാത്രമേ ഈ രണ്ടാം ഭാഗത്ത് എത്തുകയുള്ളൂ. ആദ്യം കണ്ട ഭാഗത്തു നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഈ രണ്ടാം ഭാഗം. ഈ തൊയ്റാനോ കേവിന് ഈ രണ്ട് ഭാഗങ്ങൾ കൂടാതെ ഗ്രോത്ത ദി സാന്ത ലൂച്ച സുപ്പീരിയോറെ, ഗ്രോത്ത ദെൽ കൊളോംബോ എന്നീ രണ്ട് ഭാഗങ്ങൾ കൂടിയുണ്ട്. ഇവ രണ്ടും ചില സ്പെഷ്യൽ ഒക്കേഷൻസിലോ റിസർച്ച് പർപ്പസിനു വേണ്ടിയോ മാത്രമേ തുറക്കുകയുള്ളൂ. പബ്ലിക്കിന് അക്സസിബിലിറ്റി കുറവാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഭാഗം, അതായത് ഗ്രോത്ത ദി സാന്ത ലൂച്ച ഇൻഫെരിയോറെ എന്ന ഈ ഭാഗം അതിമനോഹരമായ ക്രിസ്റ്റൽ രൂപഘടനയ്ക്കും വളരെ തനതായ കാൽസൈറ്റ് രൂപങ്ങൾക്കും അതിപ്രശസ്തമാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് കണ്ട ഫ്രസാസി കേവ്സിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ, എന്നാൽ തീർച്ചയായും നമ്മെ അത്ഭുത പരതന്ത്രരാക്കുന്ന കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. വളരെ യുണീക്ക് ആയിട്ടുള്ള, എന്നാൽ പലതരത്തിലുള്ള ക്രിസ്റ്റൽ ഫോർമേഷൻസ് ആണ് ഏതാനും മീറ്ററുകൾക്കിടയിൽ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ കാഴ്ചകളെല്ലാം കണ്ട് ഗ്രൂപ്പിലുള്ളവരെല്ലാം ഇതി കർത്തവ്യതാമൂഢരായി ഒരക്ഷരം പോലും ഉരിയാടാനാവാതെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന കുറച്ച് സ്വീഡിഷ് വനിതകൾ ഈ കാഴ്ചകൾ കണ്ടപ്പോൾ അത്ഭുതത്തോടെ അവരുടെ സ്വീഡിഷ് ഭാഷയിൽ പുറപ്പെടുവിച്ച വാക്കുകളാണ് പലപ്പോഴും ഞങ്ങളുടെ നിശബ്ദതയ്ക്കും ഗൈഡിൻ്റെ വാക്കുകൾക്കും ഭംഗം വരുത്തിക്കൊണ്ടിരുന്നത്. അതിമനോഹരമായ ഈ കാഴ്ച ഇനി എപ്പോഴെങ്കിലും തരം കിട്ടുമ്പോൾ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ പിരിഞ്ഞു.